ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഊഹക്കച്ചവടത്തിൽ വൻ നഷ്ടത്തിനുള്ള ഇട കാണുന്നുണ്ട്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് കാലം ഒട്ടും അനുകൂലമല്ല, ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് നിരന്തരം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. സഹോദരന്മാരൊക്കെ ആയിട്ട് നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങളും ഇടവരുത്തുന്നതാണ്. തുറന്നുള്ള വർത്തമാനമൊക്കെ സംസാര രീതികളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമാണ്. അധ്യാപകർക്ക് കാലം അനുകൂലമാണ്. അധ്യാപന വൃത്തി ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു കാലമായിട്ടാണ് കാണുന്നത്. ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യവും ഒന്ന് കാണുന്നുണ്ട്. ധാരാളം ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്ത വിമർശനങ്ങൾക്കോ നിയമ നടപടികൾക്കൊക്കെ വിധേയമാകാനുള്ള സാധ്യത കാണുന്നുള്ള ഒരു സമയം കൂടിയാണ്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിലും അത് നിയമപരമായിട്ടത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഒരു ആൻറ്റി സോഷ്യൽ എന്നുള്ള ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതാണ്. നിങ്ങൾ കടുത്ത നിയമ നടപടികൾക്കൊക്കെ വിധേയരാകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 1000 വട്ടം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കഴിയാവുന്നതും ചെയ്യാതിരിക്കുക ആയിരിക്കും നല്ലത്. നിങ്ങളുടെ മിത്രങ്ങളൊക്കെ പൊതുവെ ശത്രുക്കളായിട്ട് മാറി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ തുറന്നു പറച്ചിൽ മാതാപിതാക്കളുടെ വിരോധവും സമ്പാദിക്കാനായിട്ട് ഉതകുന്നതാണ്. അതുകൊണ്ട് വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കൊടുക്കൽ വാങ്ങൽ, അത് ക്രിയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ മാസങ്ങളിൽ ജലയാത്രകൾ കഴിയാവുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ജലഭയം കാണുന്നുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജലാശയത്തിൽ മുങ്ങുക, തോണി മറിയുക, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നീന്തലറിയാൻ പറ്റാത്തൊരാൾ വെള്ളത്തിൽ വീണാലുള്ള അവസ്ഥ അറിയാമല്ലോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുളങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അപകടങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഒരു ബക്കറ്റ് വെള്ളം തന്നെ ധാരാളമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ജലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു കണ്ണുണ്ടാവണം. നിങ്ങളുടെ ആരോഗ്യമൊക്കെ മെച്ചമാണെങ്കിലും ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തുടങ്ങി വെച്ച പല കാര്യങ്ങളും കാലതാമസം നേരിടേണ്ടി വരുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ കുടുംബത്തിലെ അപസ്വരങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. മുറിവുറുപ്പൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഷെയർ ബിസിനസ്സിൽ നഷ്ടത്തിനുള്ള ഇട കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റ് ബിസിനസ്സിലോ അല്ലെങ്കിൽ 2 പേര് തുടങ്ങിയിട്ടുള്ള ഒന്നിച്ചു തുടങ്ങുന്ന ഷെയർ ബിസിനസ്സുകളിലൊക്കെ നഷ്ടത്തിനിട കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുന്നൊരു സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തൊഴിലിൽ നിന്ന് കുറേ കൂടി മെച്ചമുള്ളൊരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത സന്താനങ്ങളുടെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് സന്താനാഭാവം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ ക്ഷിപ്രകോപം ശത്രുത ഉണ്ടാക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് തീരുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. കർമ്മരംഗത്തെ വൻ നേട്ടം തന്നെയാണ് കാണുന്നത്. വിവാഹ തടസ്സം മാറിക്കിട്ടുന്ന സമയമാണ്. വിവാഹത്തിലുണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറി മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. വിവാഹം നോക്കുന്നവരൊക്കെ ഒരു സർപ്പ ദൈവങ്ങളുടെ പ്രീതിക്കായിട്ട് തളിച്ചൂട, നാഗരാജാവിനും നാഗേക്ഷിക്കും തളിച്ചൂടയൊക്കെ കൊടുക്കുന്നത്, പട്ടും മഞ്ഞളും കൊടുക്കുന്നതൊക്കെ ഗുണകരമായിരിക്കും. ഒപ്പം നവഗ്രഹ പൂജ ചെയ്യുന്നതൊക്കെ ഗുണകരമാണ്. കുടുംബ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ ധനയോഗം കാണുന്നൊരു സമയമാണ് ആഗസ്റ്റ് മാസം ആകുമ്പോൾ. ധാരാളം നാനാതുറകളിൽ നിന്നും
ധനലാഭമുണ്ടാകുന്നൊരു സമയമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ധാരാളം സുഹൃത്തുക്കളെ ദാനാത്തുറകളിൽ നിന്നും, ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നിന്നായിക്കോട്ടെ, പല രീതിയിലും നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പണം ദൂർത്തടിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നല്ലതിനല്ല. അപ്പോൾ സുഹൃത്തുക്കൾ നല്ലതാണ്, പക്ഷെ അതിൽ നല്ലതും നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. വ്യാപാര ആവശ്യത്തിന് വേണ്ടിയും നിങ്ങൾ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഗുഡ്സ് കാരിയറൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വാഹനമാണോ നിങ്ങൾക്ക് ഏറെ പ്രയോജനം, അങ്ങനെയുള്ള ഒരെണ്ണം വാങ്ങാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ശിവഭഗവാന്റെ ക്ഷേത്രം ദർശിച്ചിട്ട് ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മഹാമൃത്യുഞ്ജയ ഹോമോ ഒക്കെ കഴിക്കുന്നത് ഗുണകരമായിരിക്കും. ആയുർദൈർഘ്യം കിട്ടാനായിട്ട് ഗുണകരമാണ്. നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം തീർച്ചയായിട്ടും ദർശിക്കേണ്ടതാണ്. നിങ്ങൾ ചൊവ്വാഴ്ചകളിലൊക്കെ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് സ്കന്ദ പുരാണ പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ സ്കന്ദഷഷ്ഠി എടുക്കുന്നതൊക്കെ ഗുണകരമായിരിക്കും. സ്ത്രീകളൊക്കെ സ്കന്ദഷഷ്ഠി എടുക്കുന്നതൊക്കെ വളരെ ഗുണകരമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.